അങ്ങനെ അങ്ങ് പോയേനെ. അപ്പോൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം കിടാണുമോൾ. എന്താണ് കമന്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കണ്ടേ? വായിക്കാം. അപ്പം ആ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട്, നിന്റെ അത്ര ചെളി ഈ ലോകത്ത് ആരും എറിയുന്നില്ല, അത് നീ മനസ്സിലാക്കും, നീ ഞങ്ങളെ വിറ്റല്ലേ ജീവിക്കുന്നത്. ഹലോ, ഇവിടെ കീടാണുമോളെ വിറ്റുകൊണ്ടല്ല അൻസിഫ് മൂലം ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും. അൻസിഫ് മൂലം 4 വർഷമായി ബിഗ് ബോസ് റിവ്യൂസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബിഗ് ബോസിനകത്തേക്ക് വന്നുപെട്ടത് താങ്കളാണ് കീടാണുമോൾ, ഞാനല്ല കീടാണുമോൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ കാര്യമാണ് പറയാനുള്ളത്. ദെൻ നിന്റെ അത്ര ചെളി ഈ ലോകത്ത് ആരും എറിയുന്നില്ലെന്നാണ് പറയുന്നത്. ചെളി എറിഞ്ഞതെല്ലാം നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. ആ സമയത്ത് എല്ലാം കോണ്ടന്റിന്റെ ബേസ് ആയിട്ട് മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം പർട്ടിക്കുലർ ആയിട്ട് പറയുമ്പോഴത്തേക്കും അത് പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ നീ ഞങ്ങളെ വിറ്റല്ലേ ജീവിക്കുന്നത്, അയ്യോ എനിക്കിവിടെ കഞ്ഞി തരുന്നത് ഈ കീടാണുമോളാണ് എനിക്കിവിടെ കഞ്ഞി തരുന്നത്. എന്നിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുന്നറിയാമോ, എടുത്ത് PR ഗ്രൂപ്പിനകത്ത്, ഇപ്പോഴും PR ഗ്രൂപ്പ് ആർമി ഗ്രൂപ്പ് കൊണ്ട് മക്കളെ, അതിനകത്തിട്ട് പോയി അറ്റാക്ക് ചെയ്യൂ. അങ്ങനെ ആൾക്കാർ മൊത്തം അതിൻ്റെ അടിയിൽ ഒന്ന് അറ്റാക്ക്. കമന്റ് ബോക്സ് തുറക്കാൻ പോലും എനിക്ക് നേരമില്ല. പിന്നെ ഒരു വെരിഫൈഡ് ടിക്ക് കണ്ടതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ കീടാണുമോളുടെ അക്കൗണ്ട്. ഞാൻ അങ്ങ് വൈറലായില്ലേ. അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാമോ, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തി കീടാണുമോൾ. സത്യം ഞാൻ പേടിച്ചാണ് ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം എനിക്ക് ഒരു മെസ്സേജ് അയച്ചേ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മെസ്സേജ് ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. അപ്പൊ എനിക്കല്ലല്ലോ പേടി. അപ്പൊ മെസ്സേജ് അയച്ച ആൾക്ക് എന്തോ ഒരു പേടി തോന്നിക്കാണോ. ആദ്യം വീടിനെ കണ്ടിട്ട് ഞാനിപ്പോൾ കിട്ടിക്കിട്ടിക്കിട്ടാ ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പാവമാ. അപ്പോ രണ്ടാമതൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നേ, നിനക്കെന്താടാ പേടിയാണോ, കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേക്കുന്നു, അയ്യേ വിത്തുകാരെ കൂടി പറയിപ്പിക്കും, നീ മോശം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും കമന്റ് ബോക്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവേഴ്സിനോ എന്നെ ഫോളോ ചെയ്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നവർക്കും മാത്രമേ അതിൽ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ഏതാണ്ട് ഒരു 10-15,000 പേരുണ്ട്. അത്രയും പേര് ഫോളോ ചെയ്താൽ, അത്രയും പേര് കമന്റ് ചെയ്താൽ മതി എന്നാണ് എന്നെ ഫോളോ ചെയ്യുന്നവർ മാത്രം, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നവർ മാത്രം എന്നെ കമന്റ് ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ ഓൾറെഡി അവിടെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ മോളെ പേടിച്ചിട്ടല്ല മോളെ. പിന്നെ അടുത്ത് പണിയെടുത്ത് ജീവിക്ക് ചെക്കാന്ന്. ഞാൻ പണിയെടുത്ത് അന്തസ്സായിട്ട് അനിമോൾ എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ എന്താ പറയാ, കൺഫർമേഷൻ ലിസ്റ്റ് ഫസ്റ്റ് യൂട്യൂബിൽ എവിടെ നിന്നാ ആ പേര് വന്നത്, എവിടെന്നാ ഞാൻ ഇട്ട് കൊടുത്തത് ആ പേര്. അത് ഞാൻ ഇപ്പോഴും ക്രെഡിറ്റ് ആയിട്ട് തന്നെ പറയാം. എത്ര ഡേറ്റ് പോയി നോക്ക്, ഏപ്രിലോ മെയ്യിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന വ്യക്തി കൺഫേം ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ. പിന്നെ അൻസിഫ് മൂലം നിനക്ക് അറിഞ്ഞ് ഇട്ട പേര് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ശരിക്കും ഞാൻ ആ പേര് ഏറ്റെടുക്കുന്നു, അൻസിഫ് മൂലം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ മൂലം വെച്ച് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കീഴാണുമോളെ, ഇത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ആ നിലവാരത്തിന് ഞാൻ എടുത്ത് കാണിച്ചല്ലോ. ഇപ്പൊ ഒട്ടുമേ ഇല്ല, ഇപ്പൊ മൈനസ് ഒന്നുമേ ഇല്ല. തലയ്ക്ക് വിവരമില്ല, ബുദ്ധിയില്ല, വെളിവില്ല എന്ന് കാണിച്ചു തന്നു. ഞാൻ ഈ പറഞ്ഞ അൻസിഫ് മൂലം, അതെ ഞാൻ എൻ്റെ മൂലം വെച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും നമ്മൾ മനുഷ്യരെല്ലാവരും മൂലം വെച്ച് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലാതെ തല വെച്ച് തല കുത്തനെ അല്ല ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കീടാണു മക്കൾ അങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇനി അടുത്ത് പിന്നെ എനിക്ക് അറിഞ്ഞിട്ട പേരെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നിനക്ക് കണ്ടന്റ് ക്ഷാമമല്ലേ എടുത്ത് കൊണ്ടുപോയി വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ പുറത്തൊരു വീഡിയോ ചെയ്യാനേ താല്പര്യം ഉണ്ടായില്ല. പക്ഷേ ഈ കിടാണുമോൾ പറഞ്ഞത് കൊണ്ട് എനിക്ക് 10 കാശ് കിട്ടുന്ന കാര്യമാണല്ലോ, നിങ്ങൾക്ക് കുറച്ചൊരു എൻജോയ്മെന്റും ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത് ഞാൻ ഇതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ പേടിച്ചതല്ലേ, ഇപ്പൊ പേടി വരവറിയിക്കണമല്ലോ. അയ്യോ അനുമോൾ അനുക്കുട്ടി ഒഫീഷ്യൽ ചേച്ചി, പേടിയാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ 16 ലക്ഷം PR കൊടുത്തിട്ട് പോയത്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കിയത്. പക്ഷെ എനിക്ക് പേടി ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ട് പോയത്. അടുത്ത് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പോകില്ലായിരുന്നോ? എനിക്ക് ധൈര്യം ഇല്ലല്ലോ. എനിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ മനുച്ചേട്ടന് PR കൊടുത്തത് 16 ലക്ഷം രൂപയ്ക്ക്. അടുത്ത് ഞാൻ പണിയെടുത്തല്ല ചേച്ചി ജീവിക്കുന്നത്. സത്യം, കീഴാണു ചേച്ചി പറഞ്ഞ സത്യമാണ്, ഞാൻ പണിയെടുത്തല്ല ജീവിക്കുന്നത്. എനിക്ക് ഒരു പണി തരുമോ കീഴാണു ചേച്ചി? ഒരു പണി തരുമോ? കീഴാണു ചേച്ചിയുടെ കയ്യിൽ ഇപ്പൊ ഇഷ്ടംപോലെ പണിയുണ്ട്. കാരണം എന്താണെന്ന് പറയട്ടെ, ചേച്ചിക്ക് ഇപ്പോൾ പുകഴ്ത്തി പാടുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ PR പണിയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം, ഞാനൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുമല്ലേ. അപ്പോൾ PR പണിയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാമെന്ന് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. PR പണിയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം. പിന്നെ ചേച്ചിയെ പുകഴ്ത്താൻ എൻ്റെ റേറ്റ് 16 ലക്ഷം അല്ല. അതായത് എന്ത് ചെയ്യാനാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ എൻ്റെ മുഖം ഇപ്പൊ നല്ല ഈ മുടി പോലെ കറുത്ത നിറത്തി ഇരിക്കുവാണെങ്കിൽ അതിന് എനിക്ക് വെളുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ബ്രൈറ്റ് കളർ വരണം. ഇത് എന്തോരം ലക്ഷം രൂപ ചെലവാക്കി ഞാൻ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് റെഡിയാക്കി വരണം. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഈ ചെളിയെ നമുക്ക് വൃത്തിയാക്കി, ചെളിവെള്ളം വൃത്തിയാക്കി അത് പച്ചവെള്ളം ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് എൻ്റെ റേറ്റ് ഒന്നും 16 ലക്ഷം അല്ല, കുറച്ചും കൂടി കൂടുതൽ കാശ് ചോദിക്കും. അത് അൻസിഫ് മൂലം, അങ്ങനെ തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ട പേര്. അൻസിഫ് മൂലം എത്ര റേറ്റാണ് മേടിക്കുന്നത് എന്നുള്ളത് മനുച്ചേട്ടൻ PR മനുച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് നോക്കുക. പിന്നെ
പിന്നെ യൂട്യൂബിലെ പലർക്കും PR കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഇനിയിപ്പോൾ എനിക്ക് PR തരുമെന്ന് അറിഞ്ഞൂടാ, കാരണം എന്നെക്കാളും വൃത്തിയായിട്ട് നല്ലപോലെ അലക്കി വെളുപ്പിക്കുന്നവരുണ്ട്, അതുകൊണ്ട് എനിക്ക് തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അനുമോൾ ചേച്ചി സ്വന്തമായിട്ട് പേരിട്ട് നടക്കുന്ന പോലെ നാട്ടുകാർ മുഴുവൻ അങ്ങനെയാണെന്ന് കരുതുക. അതായത് ഞാൻ അറിഞ്ഞത് പ്രകാരം കീടാണു ചേച്ചിയുടെ യഥാർത്ഥ പേര് ഇതല്ല, വേറെ എന്തോ ഒരു പേരായിരുന്നു, പിന്നീടാണ് ഈ പേരിലോട്ട് മാറ്റിയത്. അപ്പം അതുപോലെ കീടാണു ചേച്ചി സ്വന്തമായിട്ട് മാറ്റിയതാണോ വീട്ടുകാർ മാറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നാട്ടുകാർ മൊത്തവും, അതായത് ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ആൾക്കാർ മൊത്തവും അവർക്ക് സ്വന്തമായിട്ടാണ് പേരിടുന്നതെന്നുള്ള ധാരണ നിങ്ങൾക്കാണ്, അത് തെറ്റിപ്പോയി. നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ പേര് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറ്റിയതുപോലെ നാട്ടുകാർ മൊത്തം അതുപോലെ മാറ്റിയാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് അൻസിഫ് മൂലം നിനക്ക് അറിഞ്ഞിട്ട പേര് അൻസിഫ് മൂലറ്റ് എന്ന പേരുണ്ടല്ലോ, അത് എൻ്റെ ചാനലിൻ്റെ പേരാ, എനിക്കൊരു പേരുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയില്ലേ? അതുപോലെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാവരും അവർക്ക് ഇപ്പം ഞാൻ ജനിച്ചു 2ാമത്തെ ദിവസം എൻ്റെ പേര് അൻസിഫ് എന്നിടാം, അങ്ങനെ അല്ലല്ലോ ഇട്ടത്. നിങ്ങൾക്ക് അങ്ങനെയാണോ ഇട്ടത്? അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലല്ലോ. നിലവാരം ഉണ്ടെങ്കിലല്ലേ, വിവരം ഉണ്ടെങ്കിലല്ലേ, അറിവുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് എനിക്കൊരു നല്ലൊരു മറുപടിയാണ് പറയാനുള്ളത്. എന്നെ അൻസിഫ് മൂലം എന്നൊക്കെ വിളിച്ചല്ലോ, അപ്പം എനിക്ക് വളരെ നല്ല ഭാഷയിൽ അൻസിഫ് മൂലം എന്ന് വിളിച്ചതുപോലെ അനുമോളുടെ സർനെയിമിൽ ആ മോളിന് കറക്റ്റ് മുൻപായി പലതും ചേർക്കാൻ അറിയാം. അതെ, എന്നെ അൻസിഫ് മൂലം എന്നല്ലേ വിളിച്ചോളൂ, അൻസിഫ് മൂലറ്റിന് പകരം സ്വന്തമായിട്ട് സ്വന്തം പേരെന്താണ്, നമ്മൾ എന്തോ ഒരു പേര് പറഞ്ഞല്ലോ, മറന്നുപോയല്ലോ. കീടാണുമോളുടെ മോളിന് മുന്നേ എനിക്ക് പലതും എഴുതി ചേർക്കാം, പലതും എനിക്ക് വീഡിയോയിലൂടെ പറയാം. അപ്പം എന്നെ കൊണ്ട് എന്ത് ചെയ്യരുത്, അത് പറയിക്കരുത്. നല്ല ചന്തമായിരിക്കും അൻസിഫ് മൂലം എന്നുള്ളത്, ആ ചന്തവേ ഉള്ളൂ, അതിന് 1 സ്റ്റാർ കിട്ടും. ഈ മോളിന് മുന്നേ പലതും ചേർത്താൽ നല്ല റേറ്റിംഗ് കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ എല്ലാവരുടെ അടുത്തും കളിക്കുന്ന പോലെ ഇങ്ങോട്ട് വേണ്ട, അവിടെ ഇരുന്നോ. അടുത്ത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ നാട്ടുകാരല്ലേ, അപ്പം ഇവിടെ അടുത്താ, ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ, ഇവിടെ നിന്ന് അടുത്താണ്. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും നീളമുള്ള ഒരു കമൻറ്റ് സമയം മാറ്റി വെച്ച് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇതിന് ബാക്കിയായിട്ട് എൻ്റെ യൂട്യൂബിൽ വന്ന് വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പോയി പണിയെടുത്ത് ജീവിക്കടാ ചെക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്, പറഞ്ഞത് മനസ്സിലായില്ലേ? അതെന്ത് പണി? വളരെ മാന്യമായ പണി. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വരിക, എൻ്റെ ഒപ്പീനിയൻ പറയുക, അല്ലാതെ നിങ്ങൾ അങ്ങനെയാണെന്ന് സ്ഥാപിക്കാനോ ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കാനോ പറയുന്നത്. മക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്. അല്ലാണ്ട് അല്ല. റേറ്റിംഗ് ഞാനിവിടെ നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? എൻ്റെ പൊന്നു മക്കളെ, ഞാൻ എൻ്റെ ചാനലിൽ റേറ്റിംഗ് ഉണ്ടാക്കാനാണ്. ഞാൻ ബിഗ് ബോസിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത്. ബിഗ് ബോസിന് വേണ്ടി ചാനൽ റേറ്റിംഗ് പോണ്ടേ റേറ്റിംഗ്. അപ്പം ഞാനും റേറ്റിങ്ങിന് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ശരി, എല്ലാവർക്കും എല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയലുകൾ നിർത്തുക. ഞാൻ അവിടെ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുമ്പം നമ്മുടെ ലെവൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്നും കീപ്പ് ചെയ്തുകൊണ്ട് ആ വേർഡ്സ് യൂസ് ചെയ്യുക. അത്രയും ഞാൻ അതിനകത്ത് പറഞ്ഞോളൂ. PR കുഞ്ഞുങ്ങളെ എത്ര ഇറക്കി വിട്ടാലോ, അൺസബ്സ്ക്രൈബ് അടിച്ച് പോയാലോ എനിക്ക് ഒരു വിഷയമില്ല. കാരണം ഐ നോ ദാറ്റ് ബിഗ് ബോസിന്റെ വിവരങ്ങൾ വേണോ, ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണോ, ബിഗ് ബോസിന്റെ ജെനുവിൻ റിവ്യൂ വേണോ, ആൾക്കാർ വരും. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത ബിഗ് ബോസ് വരും, ആൾക്കാർ വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വരും. ഇന്ന് കുറ്റം പറയുന്നവർ നാളെ നല്ലത് പറയും, ഇന്ന് നല്ലത് പറയുന്നവർ നാളെ കുറ്റം പറയും. സോ നെവർ മൈൻഡ്. പക്ഷേ ഈ കാര്യം എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ഏതൊക്കെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളാണ് കുത്തി ഇളക്കി വിടുന്നതെന്നൊക്കെ എനിക്കറിയാം. പല പ്രപ്പോസ് കേസുകളും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ നമ്മളിതൊന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ നന്നായിട്ട് ജീവിച്ച് കണ്ടാൽ മതി. ഓക്കെ, നന്നായിട്ട് ജീവിച്ച് കണ്ടാൽ മതി. നമ്മൾ പഴയ കാര്യങ്ങളോ പലതും ഇതിനിടയ്ക്ക് നടക്കുന്നതോ ഒന്നും കുത്തിപ്പോക്കുന്നില്ല. ആർക്കും ഒരു താല്പര്യമില്ല. പബ്ലിക്കലി നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്യുന്നോ അത് റിയാക്ട് ചെയ്യും. പബ്ലിക്കലി നിങ്ങളുടെ എന്ത് ക്ലിപ്പ് വരുന്നോ അത് റിയാക്ട് ചെയ്യും. ഏതൊരു മനുഷ്യനും അത് റിയാക്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ആര്? ഞാനല്ല, കോർട്ട്. ഓക്കെ, അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ മക്കളെ. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയാത്തവരെ വിളിക്കാനുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാനേ പോകുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.